നമസ്കാരം, ഞാൻ ഡോക്ടർ മൃണാൾ എസ് പിള്ളൈ, കൺസൾട്ടൻറ്റ് ന്യൂബോൺ സ്പെഷ്യലിസ്റ്റ് GG ഹോസ്പിറ്റൽ. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഫോർമുല ഫീഡ് കൊടുക്കുന്നതിന് ഉണ്ടാവുന്ന അപായം അല്ലെങ്കിൽ ബോട്ടിൽ ഫീഡ് കൊടുത്താലുണ്ടാവുന്ന അപായത്തെക്കുറിച്ചാണ്. ഡേഞ്ചേഴ്സ് ഇൻ യൂസിങ് ഫോർമുല ഫീഡ് അല്ലെങ്കിൽ ബോട്ടിൽ ഫീഡ് ഇൻ ന്യൂബോൺ. നവജാത ശിശുക്കളിൽ പൊടിപ്പാലും പിന്നെ അതേപോലെ ബോട്ടിൽ പാലും ബോട്ടിലിൽ കൊടുത്താലുണ്ടാവുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് അമ്മയുടെ പാല് കൊടുക്കുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും മെച്ചമുണ്ടോ, എന്താണ് അഡ്വാൻറ്റേജ് എന്ന് ആദ്യം മനസ്സിലാക്കുക. അമ്മയുടെ പാല് കുടിക്കുന്ന കുട്ടിക്ക് കുഞ്ഞിന് വളർച്ചയ്ക്ക് കിട്ടേണ്ട എല്ലാ പോഷകാഹാരങ്ങളും കറക്റ്റായിട്ടുള്ള പ്രൊപ്പോർഷനിൽ അളവിൽ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അത് വളരെ എളുപ്പത്തിൽ തന്നെ കുഞ്ഞിന് അത് ഡൈജസ്റ്റ് ചെയ്യാം, അത് അബ്സോർബ് ചെയ്യാം. പിന്നെ അമ്മയുടെ പാല് കുടിക്കുന്ന കുട്ടികൾക്ക് ഇൻഫെക്ഷൻസ് കുറവായിരിക്കും. ഇൻഫെക്ഷൻസ് പറയുമ്പോൾ ന്യൂമോണിയ ആവാം, ലങ്ങിൻ്റെ ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ വയറിൻ്റെ പ്രോബ്ലം, ഡയറിയ ആവാം, അല്ലെങ്കിൽ ചെവിയുടെ ഇൻഫെക്ഷൻ, ഇയർ ഇൻഫെക്ഷൻസ് ആവാം. അത് കാരണം ഉണ്ടാകുന്ന മരണനിരക്കും കുറവായിരിക്കും. പൊടിപ്പാൽ കുടിക്കുന്ന കുട്ടികൾ കൂടുതൽ ഇൻഫെക്ഷൻ ആയിരിക്കും. കാരണം പൊടിപ്പാലിൽ അത്യാവശ്യം ഇമ്മ്യൂൺ സിസ്റ്റം ഇല്ല. പൊടിപ്പാൽ പെട്ടെന്ന് കേടായി പോകും. അത് കൊടുക്കുന്ന പാത്രവും അത്ര വൃത്തിയാവണം എന്നില്ല. അപ്പോൾ ഈ കാരണത്താൽ കുഞ്ഞിന് കൂടുതൽ ഇയർ ഇൻഫെക്ഷൻസും ലങ്ങിലെ ന്യൂമോണിയ ഇൻഫെക്ഷൻസും അല്ലെങ്കിൽ ലൂസ് സ്റ്റൂൾ, ഡയറിയ, അത് മൂലമുണ്ടാവുന്ന മരണനിരക്കും കൂടുതലായിരിക്കും. പിന്നെ അമ്മയുടെ പാല് കുടിക്കുന്ന കുട്ടികൾക്ക് കൂടുതലായിട്ട് ഇൻ്റലിജൻസ് കൂടുതലാണെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഇൻ്റലിജൻസും കൂടുതലായിരിക്കും, അതേപോലെ ഇമോഷണലായിട്ട് ബോണ്ടിങ്ങും കൂടുതലായിരിക്കും. സ്നേഹം പ്രകടനം അല്ലെങ്കിൽ സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവുന്ന കുട്ടികളായിരിക്കും. കാരണം അമ്മ എപ്പോഴും എടുത്ത് പാല് കൊടുത്ത് വളർത്തിയ കുട്ടിയായതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അതേസമയം പൊടിപ്പാൽ കൊടുക്കുന്ന കുട്ടിക്ക് അത്രയും തന്നെ ഇൻ്റലിജൻസ് ഉണ്ടാവണമെന്നില്ല. പൊടിപ്പാൽ മാത്രം കൊടുത്ത് വളർത്തിയ കുട്ടിയാണ് കുഞ്ഞിനെ എടുത്തിട്ടില്ല എങ്കിൽ, സ്നേഹം അധികം കൊടുത്തില്ല എങ്കിൽ കുഞ്ഞിനുള്ളിലുള്ള മനസ്സ് കുറവായിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഫോർമുല ഫീഡിൻ്റെ പ്രശ്നങ്ങളാണ്. ഇത് കൂടാതെ അമ്മയുടെ പാല് കുടിക്കുന്ന കുട്ടികൾക്ക് അലർജീസ് കുറവായിരിക്കും. ക്യാൻസർ, ലിംഫോമ, ലുക്കീമിയ പോലത്തെ ക്യാൻസേഴ്സ് കുറവായിരിക്കും. അതേസമയം ബോട്ടിൽ കുടിക്കുന്ന കുട്ടികളോ, അവരിൽ അലർജീസിൻ്റെ സാധ്യത കൂടുതലായിരിക്കും. ബോട്ടിലിൽ ഫോർമുല ഫീഡിൽ തന്നെ ചിലപ്പോൾ, അല്ലെങ്കിൽ ബോട്ടിലിൽ തന്നെ ചില ക്യാൻസർ ഉണ്ടാക്കുന്ന വസ്തുക്കളുണ്ടാവാം. അതുകൊണ്ടായിരിക്കണം അവരിൽ അമ്മയുടെ പാല് കുടിക്കുന്ന കുട്ടികളെക്കാട്ടിലും കൂടുതൽ ക്യാൻസർ ഉണ്ടാകുന്ന സാധ്യതയും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഫോർമുല ഫീഡ് എപ്പോഴാണ് നിങ്ങളുടെ ഡോക്ടർ പറയുക കുഞ്ഞിന് കൊടുക്കണമെന്ന്? കുഞ്ഞിൻ്റെ മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ്. അമ്മയുടെ പാല് കുറവായതുകൊണ്ട് കുഞ്ഞിന് അധികം പാല് കിട്ടാതെ കുഞ്ഞിൻ്റെ മൂത്രത്തിൻ്റെ അളവ് കുറയുകയാണ്. കുഞ്ഞിന് വളർച്ച ഉണ്ടാവുന്നില്ല. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള പാല് കിട്ടുന്നില്ല. കുഞ്ഞിന് വെയിറ്റ് കൂടുന്നില്ല. അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ബ്ലഡ് ഷുഗർ കുറയുന്നു. പാലൊട്ടും കിട്ടാതെ കുഞ്ഞിൻ്റെ രക്തത്തിലുള്ള ഷുഗറിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ ആണ് സാധാരണമായിട്ടും പൊടിപ്പാൽ അല്ലെങ്കിൽ ഫോർമുല ഫീഡ് കൊടുക്കണം എന്നുള്ളത് ഡോക്ടർ പറയത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഒരിക്കലും ഒരു ഡോക്ടർ അമ്മയുടെ പാല് കൊടുക്കാതെ ഫോർമുല ഫീഡ് കൊടുക്കണമെന്ന് പറയില്ല. അപ്പോൾ ഫോർമുല ഫീഡ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഡേഞ്ചേഴ്സ് ഇതൊക്കെയാണ്. ഫോർമുല ഫീഡ് കൊടുക്കുമ്പോൾ കുഞ്ഞിന് ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. ന്യൂമോണിയ, ലൂസ് സ്റ്റൂൾ, ഇയർ ഇൻഫെക്ഷൻസ്, ത്രോട്ട് ഇൻഫെക്ഷൻ. ഇത് കൂടാതെ മരണനിരക്ക് കൂടുതലായിരിക്കും. ഫോർമുല ഫീഡ് കുടിക്കുന്ന കുട്ടികൾക്ക് കൂടുതലായിട്ട് അലർജീസ് വരാം. ക്യാൻസറിൻ്റെ റിസ്ക് കൂടുതലായിരിക്കും ഫോർമുല ഫീഡ് കുടിക്കുന്ന കുട്ടികൾക്ക്. അതുകൂടാതെ കുഞ്ഞിന് വേറെയും അസുഖങ്ങൾ വരാം. ലോങ് ടേം ആയിട്ട് ഹാർട്ടിൻ്റെ പ്രോബ്ലം, ഒബീസിറ്റി, തടി കൂടാനുള്ള സാധ്യത, ഡയബറ്റീസ്, അങ്ങനത്തെയൊക്കെ റിസ്കുകൾ ഫോർമുല ഫീഡ് കുടിക്കുമ്പോൾ കൂടുതലായിരിക്കും. ഇൻ്റലിജൻസിൻ്റെ കോഷ്യൻ്റ് ഫോർമുല ഫീഡ് കുടിച്ച് വരുന്ന കുട്ടികളുടെ IQ ലെവൽ കുറവായിരിക്കാം. ഇമോഷണൽ ബോണ്ടിങ് കുറവായിരിക്കാം. ആൾക്കാർ തമ്മിൽ ഇടപെടണമല്ലോ. നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ താമസിക്കണമെങ്കിലോ
ആൾക്കാർ തമ്മിൽ ഇടപെടണം. അവർ തമ്മിൽ സ്നേഹത്തോടെ ഇടപെടണം, സംശയിക്കാതെ, പേടിക്കാതെ, അമിതമായി പേടിയും ദേഷ്യവും ഒന്നും വരാത്ത രീതിയിൽ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ വരാത്ത സാഹചര്യം ഈ കുട്ടികളിൽ ഉണ്ടാവാം. അപ്പോൾ അവർ ബാക്കിയുള്ളവരിൽ നിന്ന് കുറച്ച് അകലാൻ സാധ്യതയുണ്ട്. അമിതമായിട്ട് പേടിക്കാനും അമിതമായിട്ട് ദേഷ്യപ്പെടാനും സാധ്യതയുണ്ട് വലുതായതിന് ശേഷം ഇങ്ങനത്തെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങളും വരാം, കമ്പയർ ടു അമ്മയുടെ പാല് കുടിച്ച് വളരുന്ന കുട്ടികളെ വെച്ച് നോക്കുകയാണെങ്കിൽ. ഇനി ഇതെങ്ങനെ നമുക്ക് ഇൻഫെക്ഷൻസ് എങ്ങനെ നമുക്ക് തടയാം എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഫോർമുല ഫീഡ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഫോർമുല ഫീഡ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം, അത് ഓരോ തവണവും ഇപ്പോൾ ഒരു ദിവസം 8-10 പ്രാവശ്യം ഫീഡ് ചെയ്യുന്നു, 8-10 പ്രാവശ്യവും വെള്ളം തിളപ്പിക്കണം എന്നുള്ളതാണ്. അത് ഫ്ലാസ്കിൽ വെച്ച് എടുക്കുകയാണെങ്കിൽ ഫ്ലാസ്കിലെ ടെമ്പറേച്ചർ ഒരേ ലെവലിൽ തന്നെ ചൂടായിരിക്കണം എന്നില്ല. ഫ്ലാസ്കിൻ്റെ വക്കിൽ വായിനവിടെ അണുക്കൾ വളരാം. അപ്പോൾ ഫ്ലാസ്കിലെ വെള്ളം വെച്ച് ഉപയോഗിച്ച് പൊടിപ്പാൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ വയറിനുള്ളിലും കുടലിനുള്ളിലും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓരോ തവണ വെള്ളം ഫ്രഷായിട്ട് തിളപ്പിക്കണം. നമ്മൾ എടുക്കുന്ന റേഷ്യോ ശരിയായിരിക്കണം. ഇപ്പോൾ അവർ പറയുന്ന റേഷ്യോ എന്താണെന്ന് വെച്ചാൽ 30 ml വെള്ളത്തിൽ 1 സ്കൂപ്പ് പൊടിയിടുക എന്നുള്ളത്. അതേപോലെ അതിൽ കൂടുതൽ പാൽ വേണമെങ്കിൽ 60 ml 2 സ്കൂപ്പ്, 90 ml 3 സ്കൂപ്പ്, അല്ലെങ്കിൽ 120 ml വെള്ളത്തിൽ 4 സ്കൂപ്പ് പൊടിയിടുക എന്നുള്ളതാണ്. ഈ സ്കൂപ്പ് എന്ന് പറയുമ്പം അതിനകത്ത് ആ പൊടി പാക്കറ്റിനകത്തുള്ള സ്പൂണിനാണ് ഈ സ്കൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഗ്ലാസ്, മെഷർ ചെയ്യുന്ന ഗ്ലാസ്, ഔൺസ് ഗ്ലാസ് എന്ന് പറയും. അപ്പോൾ അതിനകത്ത് 30 ml 60 ml അളവറിയാൻ പറ്റും. അതേപോലെ ഉണ്ടാക്കുന്ന ഗ്ലാസും പിന്നെ മിക്സ് ചെയ്യുന്ന സ്പൂണും ഇതിനെയെല്ലാം ഓരോ തവണവും പൊടിപ്പാൽ ഉണ്ടാക്കുന്ന സമയത്ത് സ്റ്റെറിലൈസ് ചെയ്യണം. അതിനകത്തെ അണുക്കളെ നമുക്ക് കൊല്ലേണ്ടി വരും. അപ്പോൾ ഈ പാത്രങ്ങളിലെ അണുക്കളെ കൊല്ലാൻ വേണ്ടി അതിനെ സോപ്പിട്ട് കഴുകേണ്ടി വരും. അപ്പോൾ കൈ എത്താത്ത ഭാഗത്ത് ബ്രഷ് ഇട്ട് സോപ്പിട്ട്, ഔൺസ് ഗ്ലാസ്സൊക്കെ കുറച്ചും കൂടെ ആഴമുള്ള ഗ്ലാസ്സാണ്. അപ്പോൾ ഒരു ബോട്ടിലൊക്കെ വൃത്തിയാക്കുന്ന ബ്രഷ് കിട്ടും, അത് വെച്ച് സോപ്പിട്ട് കഴുകി ചൂടുവെള്ളം വെച്ച് കഴുകി തിളച്ച വെള്ളത്തിൽ 15 മിനിറ്റ് മുക്കി വയ്ക്കണം. തിളച്ച വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും വെള്ളത്തിൽ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പൊങ്ങിക്കിടക്കാനാണ് സാധ്യത. അപ്പോൾ പാത്രത്തിൻ്റെ ഏറ്റവും മോൾ ഭാഗം വരെ തിളച്ച വെള്ളം എടുത്തിട്ട് അതിൽ തന്നെ വെച്ച് തിളപ്പിക്കുക, മുകളിലൊരു അടപ്പ് വെച്ച് അടയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ പാത്രം മൊത്തമായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഫോർമുല ഫീഡ് ഉണ്ടാക്കുന്നത് വളരെ പാടുള്ള കാര്യമാണ്. ഓരോ തവണവും നമ്മൾ വളരെ ശ്രദ്ധയോടെ പാത്രങ്ങൾ സ്റ്റെറിലൈസ് ചെയ്യണം. സോപ്പ് വെള്ളം, ചൂടുവെള്ളം, തിളച്ച വെള്ളം 15 മിനിറ്റ് മുക്കി വെച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം. അതുകൂടാതെ പൊടിപ്പാലും വളരെ ശ്രദ്ധയോടെ ഉണ്ടാക്കണം. വെള്ളം ഓരോ തവണ തിളപ്പിക്കണം. എന്നിട്ട് കുഞ്ഞിന് ബോട്ടിലിൽ കൊടുക്കാതെ കപ്പിൽ കൊടുക്കുക. കപ്പ് ഫീഡിങ് കൊടുക്കുന്ന കപ്പ് പോലും സ്റ്റെറിലൈസ് ചെയ്യണം ഓരോ ഉപയോഗത്തിന് മുൻപായിട്ട്. അപ്പോൾ കപ്പ് ഫീഡിങ് ചെയ്താൽ ബോട്ടിലുണ്ടാവുന്ന കൂടുതലായിട്ടുള്ള ഇൻഫെക്ഷൻ്റെ റിസ്ക് കുറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ബോട്ടിൽ ഫീഡിനെ പറ്റി, അതിൻ്റെ ഡേഞ്ചേഴ്സിനെ പറ്റി മനസ്സിലാക്കാം. അപ്പോൾ ഏകദേശം എല്ലാ കുഞ്ഞുങ്ങളിലും അമ്മയുടെ പാല് കിട്ടുന്നില്ല എങ്കിൽ പൊടിപ്പാൽ നമ്മൾ ഗ്ലാസ്സിൽ കൊടുക്കാൻ കഴിയും. ചില കുഞ്ഞുങ്ങൾക്ക് മാത്രം ബോട്ടിലിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ 1000-ൽ ഒരു കുട്ടിക്ക് ചിലപ്പോൾ ക്ലെഫ്റ്റ് പാലറ്റ് എന്നുള്ള അസുഖം വരാം. അപ്പോൾ ക്ലെഫ്റ്റ് പാലറ്റിനകത്ത് പാലറ്റ് അല്ലെങ്കിൽ അണ്ണാക്ക് 2 സൈഡിൽ നിന്നും ജോയിൻ ചെയ്തിട്ടില്ല, അത് ചേർന്നിട്ടില്ല, ഒരു വിടവുണ്ട് ഇടയ്ക്ക്. ആ വിടവ് കാരണം കുഞ്ഞിൻ്റെ വായും മൂക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുഞ്ഞിന് ചിലപ്പം ഗ്ലാസ്സിൽ കുടിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ബോട്ടിലിൽ കൊടുക്കേണ്ടി ചിലപ്പം വരാം. അപ്പോൾ അതിന് സ്പെഷ്യൽ ഫീഡിങ് ബോട്ടിൽസ് കിട്ടും ഈ ക്ലെഫ്റ്റ് പാലറ്റുള്ള കുട്ടികൾക്ക് പാല് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അല്ലാത്ത സ്ഥിതിക്ക് കഴിയുന്നതും കപ്പിൽ മാത്രമേ ഫീഡ് കൊടുക്കാറുള്ളൂ. ബോട്ടിൽ ഫീഡ് കൊടുക്കുമ്പോൾ ബോട്ടിലിനെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ഉപയോഗത്തിനും മുൻപായിട്ട് അതിനെ സ്റ്റെറിലൈസ് ചെയ്യണം, അതിനകത്ത് അണുക്കളെ കൊല്ലണം. അതിനുവേണ്ടി ബോട്ടിലിനെ സോപ്പ് വെള്ളം വെച്ച് കഴുകണം. ബോട്ടിലിനകം ബ്രഷിട്ട് സോപ്പിട്ട് കഴുകണം. പിന്നെ ചൂടുവെള്ളം വെച്ച് കഴുകണം. തിളച്ച വെള്ളത്തിൽ 15 മിനിറ്റ് മുക്കി വയ്ക്കണം. അങ്ങനെ അതിനെ കുടഞ്ഞിട്ട് ഉപയോഗിക്കാം. ഇത് കൂടാതെ ഈ തിളപ്പിക്കുന്നതിന് പകരം നമുക്ക് സ്റ്റീം സ്റ്റെറിലൈസേഴ്സ് കിട്ടും. സ്റ്റീം സ്റ്റെറിലൈസറിനകത്ത് സ്റ്റീം ഉണ്ടാവും. അത് കാരണം സ്റ്റീമിൻ്റെ പ്രഷറും ഉണ്ടാവും, ടെമ്പറേച്ചർ ഉണ്ടാവും. അത് കാരണം അണുക്കൾ മരിക്കുന്നതായിരിക്കും. അപ്പോൾ സ്റ്റീം സ്റ്റെറിലൈസറിനകത്ത് ഒരു 6 മിനിറ്റ് സോപ്പ് വെള്ളം വെച്ച് കഴുകിയിട്ട് ചൂടുവെള്ളം വെച്ച് കഴുകിയിട്ട് ഒരു 6 മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ ഈ പാത്രങ്ങളിലെ അണുക്കൾ മരിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ബോട്ടിലിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും.
ഈ ഫോർമുല ഫീഡിൻ്റെ പാക്കറ്റിനകത്തുള്ള ആ ഒരു സ്കൂപ്പ് സ്പൂണിന് വീണ്ടും വീണ്ടും സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഡ്രൈ ആയിട്ട് തന്നെ വെക്കുക. അത് അഴുക്കാകുകയാണെങ്കിൽ മാത്രമേ അതിനെ സോപ്പ് വെള്ളം വെച്ച് കഴുകി, ചൂടുവെള്ളം വെച്ച് കഴുകി, തിളച്ച വെള്ളത്തിൽ 15 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം കുടഞ്ഞ് ഉണക്കിയിട്ട് പാക്കറ്റിനകത്ത് തിരിച്ചു വയ്ക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഫോർമുല ഫീഡ് കൊടുത്താലുണ്ടാവുന്ന അപായം അല്ലെങ്കിൽ ഡേഞ്ചേഴ്സിനെ കുറിച്ച് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ എങ്ങനെ നമുക്ക് അത് പ്രിപ്പയർ ചെയ്യാം, ബോട്ടിൽ ഫീഡ് എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യാം, ബോട്ടിൽ എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യാം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.